പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ രക്ഷാദൗത്യം നടത്താനാകുമെന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. പലയിടത്തും നമ്മളങ്ങനെ പരിശോധിച്ചിട്ടുണ്ട്, മുന്നോട്ട് വന്നിട്ടുമുണ്ട്. മുന്നോട്ട് പോകുന്ന സ്ഥിതി പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പല നിലയിലും നമുക്ക് അത്തരം നിലപാട് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നേവൽ ബേസ്, ഇന്ത്യയിലെ ഏറ്റവും ഫൈനസ്റ്റ് നേവൽ ബേസ് ഉള്ളത് ഈ കർണാടകയിലല്ലല്ലോ. ഇപ്പം പറഞ്ഞ നേവൽ ബേസാണോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നേവൽ ബേസ് സംവിധാനം? മറ്റ് പല സ്ഥലങ്ങളിലും ഇല്ലേ? കേരളത്തിന് മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തയച്ചിരുന്നു. നേവൽ ബേസിലെ ഏറ്റവും സാധ്യതയുള്ള ഡൈവേഴ്സിനെയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണം. അങ്ങനെ സാധ്യതയുണ്ടോ? ആ സാധ്യത പരിശോധിച്ചിട്ടുണ്ടോ? ആ സാധ്യത പരിശോധിച്ച് അതിൽ നിന്നും പുറകോട്ട് പോയതാണോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ സാധ്യതയുള്ള ബേസാണ് ഇതൊന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പം എന്തുകൊണ്ട് അത് പരിശോധിക്കുന്നില്ല? അപ്പോൾ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പരിശോധിക്കാതെ ഇങ്ങനെ നിർത്തിവെക്കുന്ന നിലപാട് എന്ന് ഇപ്പോൾ ഇവിടെ MLA പ്രഖ്യാപിച്ചതിൽ നിന്ന് പുറകോട്ട് പോകാൻ കർണാടക ഗവൺമെൻറ് തയ്യാറാകണം. ഇത് ദൗർഭാഗ്യകരമാണ്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാവുന്ന ഒരു നിലപാടല്ല. അതിൽ നിന്ന് പുറകോട്ട് പോകണം. ദൗർഭാഗ്യകരമാണ് ഇപ്പോഴത്തെ നിലപാടുകൾ എന്നത് തുറന്നു തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് ആലോചിക്കണം, അത് തുടരണം എന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. എന്തായാലും വലിയ അതൃപ്തി ഇപ്പോഴത്തെ നീക്കത്തിനു പിന്നിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ. TG സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, മുഹമ്മദ് റിയാസ് കൃത്യമായി പറയുന്നുണ്ട്, പല സംവിധാനങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്താമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും സാധ്യമായിട്ടില്ല. പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ ഇത് സാധ്യമാകും എന്നത് പല ദുരന്ത മുഖങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതനുസരിച്ച് ഈ രക്ഷാദൌത്യം കൊണ്ടുപോകണം എന്നതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. കേരളത്തിന്റെ നിലപാട് എന്താണ് എന്നത് റിയാസിന്റെ വാക്കുകളിൽ വ്യക്തമല്ലേ? തീർച്ചയായും അതിൽ കൃത്യമായ നിലപാട്, സർക്കാരിൻ്റെ നിലപാടുണ്ട്. കാരണം അത് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. മുഖ്യമന്ത്രി തന്നെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായി. അതുകൊണ്ട് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നത് സംസ്ഥാനത്തിൻ്റെ പൊതു നിലപാടാണ്. ഈ വിഷയത്തിൽ പോസിറ്റീവായ ന്യൂസ് ഉണ്ടാവുന്നതുവരെ, ഒരു വ്യക്തത ഉണ്ടാവുന്നതുവരെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ നിലപാടെടുത്തിരിക്കുന്നത്. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ആ ദൗത്യസേനാംഗങ്ങൾ ഈ ദൗത്യം അവസാനിപ്പിച്ച് പോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്കോല ഗസ്റ്റ് ഹൗസിൽ ചില പ്രധാന യോഗം നടക്കുകയാണ്. ഈ ദൗത്യം ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ പ്ലാൻ എങ്ങനെയാവണം എന്നത് സംബന്ധിച്ച ആലോചനകൾക്ക് വേണ്ടിയാണ്. എന്തായാലും അത് സംബന്ധിച്ച തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ, കേരള മുഖ്യമന്ത്രിയുടെ കത്ത് കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനമുണ്ടാവുമെന്ന് കരുതും. പക്ഷേ എന്താണ് തുടർ പദ്ധതി? മുങ്ങിപ്പരിശോധന ഇനി സാധ്യമല്ലാത്ത ഘട്ടത്തിൽ മറ്റെന്ത് സാധ്യത അവർ ഉപയോഗപ്പെടുത്തും? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരമൊരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, എന്തായാലും ഇന്ന് അവിടെ നിന്ന് വരുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ നിന്നുള്ള അവിടെ ദിവസങ്ങളായി തങ്ങുന്ന ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന, അത് വീക്ഷിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ യോഗം ചേരുന്നു. കേരളത്തിന്റെ നിലപാട് എന്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രക്ഷാദൌത്യം ഏത് പ്രതിസന്ധി ഘട്ടം ആണെങ്കിലും അതിനെ മറികടന്ന് തുടരണം എന്നതാണ്. ആ സാഹചര്യങ്ങൾക്കനുസൃതമായി ഏതാണോ സാധ്യമാകുന്ന വഴി, ആ രീതിയിൽ രക്ഷാദൌത്യം തുടരണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന കാലാവസ്ഥാ പ്രവചനമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെ കുറിച്ച് കർണാടക ആലോചിക്കുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും സ്വീകാര്യമല്ല, ദൗർഭാഗ്യകരമാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയ്ക്ക് കേരള മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നു. രണ്ടാം തവണയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നത്. ദൌത്യം തുടരണം എന്ന് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് നിലപാട്, കർണാടക സർക്കാരിന്റെ നീക്കം ഇനി എന്താണ് എന്നത് നമുക്കറിയണമെങ്കിൽ 6:30 ചേരുന്ന യോഗം കഴിയണം.
കളക്ടറും MLA-യും രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന സേനാ വിഭാഗങ്ങളുമൊക്കെ അതിന്റെ പ്രതിനിധികളുമൊക്കെ പങ്കെടുക്കുന്ന യോഗമാണ് ചേരാനിരിക്കുന്നത്. സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഇനി എന്ത് എന്ന കാര്യത്തിൽ അവർ ഒരു തീരുമാനം എടുക്കുക. എന്തായാലും ഇത് വീണ്ടും കേരള കർണാടക വിഷയമായി കൂടി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മന്ത്രി മുഹമ്മദ് റിയാസ് അല്പം കടുത്ത സ്വരത്തിൽ തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പ്രതികരിച്ചത്. മന്ത്രിയെ ചൊടിപ്പിച്ച മറ്റൊരു കാര്യം, ഇത് ഔദ്യോഗികമായി നമ്മുടെ 2 മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആ സംഭവം നടന്ന സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും അവർക്ക് കൃത്യമായ മറുപടികൾ കൊടുക്കാതെ അല്ലെങ്കിൽ ഔദ്യോഗികമായ അത്തരമൊരു തീരുമാനം അവരെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ MLA ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ട് ഇത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വിശദീകരിച്ചിരുന്നു. അപ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഞങ്ങൾക്ക് അങ്ങനെ ഔദ്യോഗികമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരമൊരു നീക്കമുണ്ട് എങ്കിൽ അത് ദൗർഭാഗ്യകരമാണ് എന്ന കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഗംഗാവലി നദി ഇപ്പോഴും അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത കുത്തൊഴുക്കുണ്ട്. അവിടെ സീറോ വിഷനാണ്. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയും സംഘവും പലതവണ മുങ്ങിത്താണു എങ്കിൽ പോലും അവർക്ക് യാതൊരു തുമ്പും അവിടെ നിന്ന് ലഭിച്ചില്ല. ഈ കരയെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് അന്നത്തെ മണ്ണിടിച്ചിലിൽ ഉണ്ടായ ആ കുത്തൊഴുക്കിൽ വാഹനങ്ങളും മറ്റ് മരങ്ങളുമൊക്കെ അടിഞ്ഞു കൂടി ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഈ കടലിന്റെ മക്കൾക്ക് തെരച്ചിലൂടെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ സാധ്യമായ എല്ലാ ശ്രമങ്ങളും അവിടെ നടത്തിയതിനു ശേഷമാണ് അവർ പിൻവാങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, നേവിയിലെ അതിവിദഗ്ധരായ ഒരുപാട് പരിശീലനം ലഭിച്ച ഡീപ് ഡൈവേഴ്സ് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന ഇടത്ത് ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈശ്വർ മാൽപ്പയും സംഘവും ഇന്നലെയും ഇന്നും അവരുടെ ശ്രമങ്ങൾ നടത്തിയത്. ഒരു ഘട്ടത്തിൽ ഈശ്വർ മാൽപ്പയെ ബന്ധിച്ച വടം പൊട്ടി ഈശ്വർ മാൽപ്പയെ ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെ പിന്നീട് നാവികസേനാംഗങ്ങൾ രക്ഷപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ജീവൻ പണയം വെച്ച് അവർ നടത്തിയ ശ്രമം കൂടി പരാജയപ്പെട്ടതോടെയാണ് ഈ മിഷൻ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. എന്തായാലും ഇനി അവിടെ നിന്ന് നിർണായക തീരുമാനങ്ങളാണ് വരാനുള്ളത്. കേരളത്തിന്റെ ജനപ്രതിനിധികൾ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് വളരെ നിർണായകം. അവർ പിന്നീട് ചേരുന്ന ഉന്നതതല യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് നിർണായകം.